നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂമാഹി ഉസ്സൻമട്ടയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മരിച്ചത് ആലക്കോട്ടെ ഷാജി ജോസഫ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അതീവ രഹസ്യമായിട്ടാണ് ED മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയതെന്നും KC വേണുഗോപാൽ. സ്കൂളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. ഉത്തരവുകൾ കൃത്യമായി മനസ്സിലാക്കി അധ്യാപകർ പാലിക്കേണ്ടതുണ്ടെന്നും KV മനോജ് കുമാർ. തലശ്ശേരി ബാംഗ്ലൂർ യാത്ര ഇനി വേറിട്ട അനുഭവമാകും. തലശ്ശേരി KSRTC യൂണിറ്റിന് അനുവദിച്ച AC സീറ്റർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. വാർത്തകൾ വിശദമായി. ന്യൂമാഹി ഉസ്സൻമട്ടയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. ആലക്കോട്ടെ ഷാജി ജോസഫാണ് മരിച്ചത്. പ്രവാസിയും സുഹൃത്തുമായ രതീഷിനെ കൂട്ടിക്കൊണ്ടുവരാനായാണ് ഷാജി പുലർച്ചെ കരിപ്പൂരിലേക്ക് പോയത്. മടക്കയാത്രയിൽ പ്രവാസിയായ രതീഷാണ് കാർ ഓടിച്ചിരുന്നത്. അപകടത്തിൽ രതീഷിന്റെ ഭാര്യ ഉൾപ്പെടെ ബന്ധുക്കൾക്കും പരിക്കേറ്റു. ദേശീയപാതയിൽ ന്യൂമാഹി പുന്നോൽ ഉസ്സൻമട്ട ബസ് സ്റ്റോപ്പിനടുത്ത് ഇന്നോവ കാർ ബസ്സിലിടിച്ച് മരിച്ചത് ഡ്രൈവറായ ഷാജി ജോസഫ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാർ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന തക്വ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലിടിക്കുകയായിരുന്നു. ഡ്രൈവർ തളിപ്പറമ്പ് ആലക്കോട് മണ്ണൂർ വായാട്ടുപറമ്പിലെ ഷാജി ജോസഫാണ് മരണപ്പെട്ടത്. 64 വയസ്സായിരുന്നു. പ്രവാസിയായ സുഹൃത്ത് രതീഷിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഷാജിയും രതീഷിന്റെ ബന്ധുക്കളും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. മടക്കയാത്രയിൽ ഡ്രൈവർ ഷാജി ഉറങ്ങിക്കോട്ടെയെന്ന് കരുതി രതീഷാണ് വാഹനം ഓടിച്ചത്. അപകട വിവരമറിഞ്ഞ് തലശ്ശേരിയിൽ നിന്നും കുതിച്ചെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കാർ വെട്ടിപ്പൊളിച്ചാണ് മുൻ സീറ്റിൽ ഇടതുവശത്ത് കുടുങ്ങിപ്പോയ ഷാജിയെ പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒമാനിൽ നിന്നും ഫ്ലൈറ്റിൽ കരിപ്പൂരിൽ ഇറങ്ങിയ രതീഷിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയ ഭാര്യ സജിത ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. സജിതയ്ക്ക് തലക്ക് സാരമായി മുറിവേറ്റിട്ടുണ്ട്. രാവിലെ 7:45 ഉസ്സൻമട്ടയിൽ പ്ലൈഫോം ഷോപ്പിന് സമീപത്താണ് അപകടം ഉണ്ടായത്. ചാറ്റൽ മഴയിൽ നിയന്ത്രണം വിട്ടോടിയ കാറിനെ വെട്ടിച്ചൊഴിയാൻ സ്വകാര്യ ബസ് പരമാവധി അരികിലേക്ക് മാറ്റിയിരുന്നെങ്കിലും രക്ഷപ്പെട്ടില്ല. ബസ്സിലിടിച്ച കാർ കോഴിക്കോട് ഭാഗത്തേക്ക് മുൻഭാഗം തിരിഞ്ഞു നിന്ന നിലയിലായിരുന്നു. ബഹളവും നിലവിളിയും കെട്ടെത്തിയ പരിസരവാസികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്നോവയുടെ പിൻസീറ്റിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ് കിടന്ന സജിത ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഫയർഫോഴ്സ് സീനിയർ റെസ്ക്യൂ ഓഫീസർ KM ഷിജുവിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ സുബീഷ്, റിബിൻ, സാലിഹ്, ഹോംഗാർഡ് ഷാജി, ഡ്രൈവർ പ്രജിത്ത് എന്നിവരാണ് കാർ വെട്ടിപ്പൊളിച്ച് ഷാജി ജോസഫിനെ പുറത്തെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അതീവ രഹസ്യമായിട്ടാണ് ED മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയതെന്നും KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന് നേരെ ED നോട്ടീസ് അയച്ചാൽ അത് ഭയങ്കരമായിട്ട് ED തന്നെ കൊട്ടിഘോഷിക്കും. മാധ്യമങ്ങളിലൂടെ വരും. ഇത് വളരെ രഹസ്യമായിട്ട് വെച്ചു എന്നാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ രഹസ്യമായിട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അവർ പുറത്തുവിട്ടില്ല. ED ഉത്തരം പറയേണ്ട കാര്യമാണ്. ഓരോ പ്രതിപക്ഷ നേതാക്കന്മാരെയും സഹകരണ ബാങ്കുകളെ തന്നെ പിടിക്കുന്നുണ്ട്. ഇപ്പം ഒട്ടാകെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വൻ സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ED അന്വേഷണങ്ങൾ, പിന്നെ ഫിനാൻസ് ബാങ്കിന്റെ ഒരുപാട് റിസർവ് ബാങ്കിന്റെ കൺട്രോളുകളൊക്കെ എന്താ നല്ലതാണല്ലേ. നേരായ മാർഗത്തിലൂടെ എല്ലാ കൺട്രോളും നല്ലതല്ല. പക്ഷെ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റഡ് ആയിട്ട് സമീപനം ഉണ്ടാകുന്നതാണ് ഈ നാട്ടിൽ ഇപ്പോഴത്തെ സ്വാഭാവികമായി നടക്കുന്നത്. അപ്പൊ അവര് 2023 കൊടുത്ത നോട്ടീസ് ആവിയായി പോയി ഇപ്പോൾ കാണാൻ മനസ്സിലാവുന്നത്. ആവിയായി പോയി ആ നോട്ടീസ്. ഇനിയിപ്പോൾ ഏതൊരു പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു കേരളം അറിയുന്നത്. 2 സംശയം എനിക്കുണ്ടായി രാവിലെ വായിച്ചപ്പോഴത്തേന്. എടാ, ഒന്ന് ED ഇതൊന്നുകൊണ്ട് പറഞ്ഞില്ല. എല്ലാ പ്രതിപക്ഷത്തിനെതിരെയും പറയുന്ന ED ഇവിടെ ഒന്നും ഉണ്ടായിരുന്നത്
ആർക്ക് വേണ്ടിയിട്ടാണ് ആ മിണ്ടാതിരിക്കുന്നത്? മൗനം ആർക്ക് വേണ്ടിയിട്ടാണ് ആ മൗനം? ED 2023 നോട്ടീസ് നൽകിയത്. എന്നാൽ അത് ഇപ്പോഴാണ് പുറത്തു വന്നത്. അതീവ രഹസ്യമായിട്ടാണ് ED മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയത്. കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകിയാൽ അത് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ രാജ്യവ്യാപകമാക്കി പ്രസിദ്ധീകരിക്കും. ഒരു കാര്യവുമില്ലെങ്കിലും ചോദ്യം ചെയ്യലും അറസ്റ്റും മറ്റുമായി വലിയ വാർത്താ പ്രാധാന്യം അവർ ഉണ്ടാക്കിയെടുക്കും. നാഷണൽ ഹെറാൾഡ് കേസ്, ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ കേസിൽ കാട്ടിയ കോലാഹലം നമുക്ക് മുന്നിലുണ്ട്. കേരളത്തിലെ CPM മുഖ്യമന്ത്രിയുടെയും മകന്റെയും കാര്യത്തിൽ ED അത്തരം വലിയ പ്രചരണത്തിന് നിന്നില്ല. മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നുവെന്ന് ED സമാധാനം പറയണം. ഈ കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തോ? ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉൾപ്പെടെ EDയിൽ നിന്നും മറുപടി കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘിച്ചുള്ള മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള കേരള ഹൗസിലെ പ്രഭാത ഭക്ഷണം കഴിക്കലും കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരില്ലാതെയുള്ള പിണറായി വിജയന്റെ സന്ദർശനവും ഇതിനിടെയാണ് നടന്നത്. ഇതെല്ലാം കൂട്ടിവായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം കേരള മുഖ്യമന്ത്രിക്കുണ്ട്. ഇതെല്ലാം തെറ്റാണെന്നും തട്ടിപ്പാണെന്നും തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അതല്ലാതെ മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സ്കൂളുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ ധർമ്മടം മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധന നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച ഉത്തരവുകളാണ് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മനോജ് കുമാർ പറഞ്ഞു. ഉത്തരവുകൾ കൃത്യമായി മനസ്സിലാക്കി അധ്യാപകർ പാലിക്കേണ്ടതുണ്ട്. പല വിദ്യാലയങ്ങളിലും മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അത് വിൽപ്പന നടത്തി PTA ഫണ്ടിലേക്ക് സ്വരക്കൂട്ടുന്ന സ്ഥിതിയുണ്ട്. ഇത് തെറ്റായ പ്രവണതയാണ്. വിദ്യാർത്ഥികളിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ രക്ഷിതാക്കളെ അറിയിച്ച് അത് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ട്. ബാഗ് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കാത്ത വിധത്തിൽ പരിശോധന നടപടി ക്രമപ്പെടുത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിലും പറഞ്ഞത് കമ്മീഷന്റെ ആദ്യത്തെ ഉത്തരവ് നിലനിൽക്കും. ഫോൺ സ്കൂളിൽ ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം തന്നെയാണ് കമ്മീഷനുള്ളത്. പക്ഷേ ഫോണിന്റെ ഉടമസ്ഥനായ ആരാണോ രക്ഷിതാക്കൾ അവർക്കത് തിരിച്ചു നൽകേണ്ടതാണ്. അതിനൊരു കാരണവും കമ്മീഷൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? അതിന് വാല്യൂ ഉണ്ടല്ലോ, പൈസ കൊടുത്തിട്ട് വാങ്ങുന്നല്ലേ. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എങ്ങനെയാണ് വിൽക്കുന്നത്? ബാഗ് പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എല്ലാവരെയും മുന്നിൽ വെച്ച് ഞാൻ ആ ബാഗ് എടുത്തിട്ട് ഇവിടെ വെച്ചാലോ? നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കൂടെ എന്നെ തരും അല്ലേ? അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറയില്ലേ? ഞാനത് എല്ലാം എടുത്ത് അത് വലിച്ചു വാരി പുറത്തിട്ടാലോ? നിങ്ങളുടെ മാനസിക സംഘർഷം എത്രയായിരിക്കും? ഇയാളെ തല്ലിയ കേസ് വരുമെന്നുള്ള ഒരു ചെറിയൊരു പേടി കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഒരു തല്ലാതിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മാത്രമേ ഉള്ളൂ മനസ്സും ചിന്തയും അന്തസ്സും അഭിമാനവും ഒക്കെ. കുട്ടിക്കില്ലേ? അതുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ കുട്ടിക്ക് അന്തസ്സും അഭിമാനവും സ്വകാര്യതയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കുട്ടിയുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിച്ചുകൊണ്ട് മാത്രമേ ബാഗ് പരിശോധന പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാഗ് പരിശോധന പാടില്ല എന്നല്ല കമ്മീഷൻ പറഞ്ഞത്. ബാഗ് നിങ്ങൾക്ക് പരിശോധിക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ടും കുട്ടികൾ എല്ലാവരും നല്ല സുഭിക്ഷമായ ഭക്ഷണമായിരിക്കില്ല കഴിക്കുന്നത്. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ അതിനകത്ത് അവർക്ക് പേഴ്സണലി ആവശ്യമുള്ള നാപ്കിൻ പോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും. ആ വസ്തുക്കളൊക്കെ കൊണ്ടുവരും. അതൊക്കെ വലിച്ചു പുറത്തിട്ട് പുരുഷാധ്യാപകരടക്കം നിൽക്കുമ്പോൾ പരിശോധന നടത്തുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക സംഘർഷം അത് പരിഹരിക്കപ്പെടണമെന്നാണ് കമ്മീഷൻ പറഞ്ഞത്. നിങ്ങൾക്ക് പരിശോധിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ധർമ്മടം സംസ്ഥാനത്തെ ആദ്യ ബാലസൗഹൃദ നിയോജകമണ്ഡലം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ 1754 അധ്യാപകരാണ് പങ്കെടുത്തത്. കുട്ടികളുടെ അവകാശങ്ങൾ, മാനസികാരോഗ്യം, AI, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി.
പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ CV പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മദ്യവും ബീഡിയും കണ്ടെത്തി. 2 കുപ്പി മദ്യവും 3 കെട്ട് ബീഡിയുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ ജയിലിലെ ഹോസ്പിറ്റൽ ബ്ലോക്ക് മതിൽ നിരീക്ഷണം നടത്തുമ്പോഴാണ് 2 പ്ലാസ്റ്റിക് ബാഗുകളിലായി ജയിൽ നിരോധിത വസ്തുക്കളായ മദ്യവും ബീഡിയും കണ്ടെത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മദ്യവും ബീഡിയും കണ്ടെത്തി. 2 കുപ്പി മദ്യവും 3 കെട്ട് ബീഡിയുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ ജയിലിലെ ഹോസ്പിറ്റൽ ബ്ലോക്ക് മതിൽ നിരീക്ഷണം നടത്തുമ്പോഴാണ് 2 പ്ലാസ്റ്റിക് ബാഗുകളിലായി ജയിൽ നിരോധിത വസ്തുക്കളായ മദ്യവും ബീഡിയും കണ്ടെത്തിയത്. സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. തലശ്ശേരി ബാംഗ്ലൂർ യാത്ര ഇനി വേറിട്ട അനുഭവമാകും. തലശ്ശേരി KSRTC യൂണിറ്റ് അനുവദിച്ച AC സീറ്റർ ബസിന്റെ ഫ്ളാഗ് ഓഫ് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളാണ് AC സീറ്റർ ബസിന്റെ പ്രത്യേകത. 50 പേർക്ക് ഇരിക്കാനാകുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുണ്ട്. തലശ്ശേരി ബാംഗ്ലൂർ റൂട്ടിൽ KSRTC തലശ്ശേരി ഡിപ്പോയ്ക്ക് അനുവദിച്ച പുതിയ AC സീറ്റർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. സൗകര്യത്തിലും ഭംഗിയിലും സ്വകാര്യ ബസ്സുകളെ മറികടക്കുന്ന ബസ്സുകൾ നിരത്തിലിറക്കുകയാണ് KSRTC. സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ ചിലവിലും സൗകര്യത്തോടു കൂടിയുമുള്ള യാത്രയാണ് ഇതുവഴി ലഭ്യമാകുന്നത്. എല്ലാ ദിവസവും രാത്രി 9:30 തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും രാത്രി 9:45 ബാംഗ്ലൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുമാണ് സർവീസ്. ഒരാൾക്ക് 1060 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായി എൻ്റെ KSRTC ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം. 50 സീറ്റോട് കൂടിയുള്ള ബസ്സിൽ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് പോയിന്റ്, വൈഫൈ സംവിധാനം, വീഡിയോ ഓഡിയോ സിസ്റ്റം തുടങ്ങി ആധുനിക സംവിധാനങ്ങളുമുണ്ട്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ മുഹമ്മദ് റഷീദ് പങ്കെടുത്തു. ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് വളരെ സുഖകരമായ രീതിയിലുള്ള യാത്രയാണ് KSRTC ഈ AC സീറ്റുകളോട് ഒരുക്കിയിരിക്കുന്നത്. 50 സീറ്റുള്ള ബസ്സാണ്. എല്ലാ ദിവസവും രാത്രി 9:30 തലശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും എല്ലാ ദിവസവും രാത്രി 9:45 ബാംഗ്ലൂരിൽ നിന്ന് തലശ്ശേരിക്കുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എല്ലാ യാത്രക്കാരും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. 50 സീറ്റുള്ള ബസ്സിൽ എല്ലാ സീറ്റിനും പ്രത്യേകിച്ച് AC കൺവെർട്ടറുകൾ, അതോടൊപ്പം തന്നെ എല്ലാ യാത്രക്കാർക്കും പ്രത്യേക മൊബൈൽ ചാർജറുകൾ, അതുപോലെ തന്നെ വൈഫൈ സംവിധാനങ്ങൾ, സ്റ്റീരിയോ സിസ്റ്റം, വീഡിയോ സീരീസ് സിസ്റ്റം തുടങ്ങിയ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം തുടങ്ങി. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത അധ്യക്ഷയായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടൗണിൽ ഈ സൗകര്യം ഒരുക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രജീഷ്, വാർഡ് കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, ഓട്ടോത്തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സിഗ്നൽ സ്ഥാപിച്ചതോടെ കാൽനട യാത്രക്കാർക്ക് പേടികൂടാതെ റോഡ് മുറിച്ചു കടക്കാനും ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാനും സാധിക്കും. ഷാഫി പറമ്പിലമ്പിക്ക് നേരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. LS പ്രഭു മന്ദിരത്തിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് തലശ്ശേരി ട്രാഫിക് യൂണിറ്റിന് മുമ്പിൽ റോഡ് ഉപരോധിച്ചത്. ഷാഫി പറമ്പിൽ MPക്ക് നേരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തലശ്ശേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. LS പ്രഭു മന്ദിരത്തിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് തലശ്ശേരി ട്രാഫിക് യൂണിറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ചത്. തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ആ മേഖലയിൽ പ്രകടനവും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചു. ആ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നുകൊണ്ടിരിക്കെ ഒരു സംഘം മാർക്സിസ്റ്റുകാർ ആ പരിസരത്തേക്ക് വരികയും കല്ലേറ് നടത്തുകയും ചെയ്തു. MPക്ക് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് CPMന്റെ അണികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവിടെയുള്ള MPയെ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ലാത്തിചാർജ് ചെയ്ത് അവിടെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യാൻ നേതൃത്വം കൊടുത്തു. ഒരു കാലത്തും ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായ കുറ്റവിരോധനമാണ്
അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഡ്വക്കേറ്റ് കെ സി രഘുനാഥ് അധ്യക്ഷനായി. കെ ഇ പവിത്രരാജ്, രമേശൻ മഞ്ഞോടി, യു സിയാദ്, എം പി സുധീർ ബാബു, എൻ അഷ്റഫ്, എ ആർ ചിന്മയി, വി വി ഷുഹൈബ്, എസ് ഹൈമ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകുന്ന വീട് നിർമ്മാണ ഫണ്ടിലേക്കുള്ള പാനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ തുക കൈമാറി. 71,250 രൂപയാണ് 16 സ്കൂളുകളിൽ നിന്നായി സ്വരൂപിച്ചത്. പാനൂർ ഉപജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന തലശ്ശേരി ജസ്റ്റിസ് VR കൃഷ്ണയ്യൻ സ്മാരക സ്റ്റേഡിയത്തിൽ വെച്ചാണ് തുക കൈമാറിയത്. പാനൂരിന്റെ മിനിമം ടാർഗറ്റ് 25,000 രൂപയായിരുന്നെങ്കിലും 16 സ്കൂളുകളിൽ നിന്ന് മാത്രം 71,250 രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. അതിന് ഓരോ ടാർഗറ്റ് ഓരോ ജില്ലക്ക് നൽകി. നമ്മുടെ വിദ്യാഭ്യാസ ജില്ലക്ക് നൽകിയത് 1.5 ലക്ഷമായിരുന്നു. നമ്മുടെ പാനൂരിന് 25,000 രൂപയായിരുന്നു ടാർഗറ്റ് തന്നത്. പക്ഷെ വെറും 16 സ്കൂളിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് 71,250 രൂപ കളക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 2.5 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്ത് സ്റ്റേറ്റിൽ 1ാം സ്ഥാനത്തെത്താൻ പാനൂരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പാനൂർ ലോക്കൽ അസോസിയേഷനിലെ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും അവരുടെ സഹായിക്കാനുള്ള മഹാമനസ്കതയും മറ്റ് എല്ലാ സബ് ജില്ലകളെക്കാളും മുന്നിലാണ് എന്നതാണ്. കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി അമൻ അൻസാർ മിഥുന്റെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് തന്റെ സമ്പാദ്യപ്പെട്ടിയിലെ 1,555 രൂപയും കൈമാറി. AU ബൈജു കേളോത്ത് പരിപാടിയുടെ ഫണ്ട് കൈമാറ്റവും ഉദ്ഘാടനവും നിർവഹിച്ചു. ഓരോരുത്തർക്കും ഇതിന്റെ ലോക്കൽ സെക്രട്ടറിയായ അനന്തനാരായണ മാഷടക്കം എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതുകൊണ്ട് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാരതീയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പാനൂർ യൂണിറ്റിന് ലോക്കലിന് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജില്ലാ സെക്രട്ടറി KP ഷീബ ഫണ്ട് സ്വീകരിച്ചു. ജില്ലാ കമ്മീഷണർ ജസീന്ത പെരേര അധ്യക്ഷയായി. ആഷിഖ് നാഥ്, R ബവിജേഷ്, കൊളവല്ലൂർ PRM HSS പ്രിൻസിപ്പൽ ശ്രീജ എന്നിവർ പങ്കെടുത്തു. അനന്തനാരായണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. BJP സർക്കാരിന്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. BJP സർക്കാരിന്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മഹാനായ രാഷ്ട്രപിതാവ് ഈ രാജ്യത്ത് സമ്മാനിച്ച ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ മറന്നു കഴിഞ്ഞു. പ്രിയങ്കരനായ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തി 3ാം ലോക രാജ്യങ്ങളുടെ ഇടയിൽ കൊണ്ടുചെന്നാക്കിയ കഥകൾ അവർ മറന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് സംഭാവന ചെയ്ത ഐതിഹാസികമായ സംഭാവനകൾ അവർ മറന്നു. അങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം കെട്ടിപ്പടുത്ത ഐതിഹാസികമായ ഭരണചക്രത്തിലൂടെ ഈ രാജ്യത്തെ അന്നത്തെ 37 കോടി ജനങ്ങളിൽ നിന്നും 134 കോടി ജനങ്ങൾ 2014 ആകുമ്പോഴേക്കും ആ ജനങ്ങളെ തീറ്റിപ്പോറ്റുക മാത്രമല്ല ലോകരാജ്യങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടത്താനും 3ാം ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഈ രാജ്യത്തെ എത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ ഭരണ ചക്രം തിരിച്ച മഹാരഥന്മാർക്ക് സാധിച്ചു എന്നത്. കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CG അരുൺ, KM പവിത്രൻ, ജനറൽ സെക്രട്ടറിമാരായ ഷാജി M ചൊക്ലി, CP പ്രസീൽ ബാബു, സന്ദീപ് കോടിയേരി, യൂത്ത് കോൺഗ്രസ് നേതാവ് ചിന്മയ്, ന്യൂമാഹി മണ്ഡലം പ്രസിഡന്റ് അനീഷ് ബാബു VK തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ M ഉദയൻ, MP പ്രമോദൻ, ഭാർഗവൻ ദിനേശൻ,
TM പവിത്രൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദീപ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാനൂർ നഗരസഭയുടെ ഭരണ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി LDF പാനൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കിടഞ്ഞി UP സ്കൂൾ പരിസരത്ത് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള ക്യാപ്റ്റനും PK രാജൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ കിടഞ്ഞി UP സ്കൂൾ പരിസരത്ത് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരിയിൽ ഉദ്ഘാടനം ചെയ്തു. 400-ലധികം ചേരി പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ അരയപ്പം വെള്ളത്തിൽ മഴക്കാലത്ത് ഉറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെട്ടിരുന്ന ജനങ്ങൾ ആഹ്ലാദത്തോടെ 400ഓളം കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് സമുച്ചയത്തിൽ അന്തിയുറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആർജവത്വമുള്ള അധികാരം കൈയാളാൻ കഴിയുന്ന ഒരു സമൂഹം ഏതെന്നതിന് സാക്ഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചിയിലെ ഫ്ലാറ്റ് എന്നുള്ള തിരിച്ചറിവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടാവണം. KK ബാലൻ, M. സജീവൻ, K. കുഞ്ഞബ്ദുള്ള, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കിടഞ്ഞി UP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥ പുതുശ്ശേരിമുക്ക്, KAUP പരിസരം, മുക്കാളിക്കര, പടന്നക്കര, സേട്ടുമുക്ക്, മേക്കുന്ന്, PHC പരിസരം, കണ്ടോത്തുമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരിങ്ങത്തൂരിൽ സമാപിച്ചു. സമാപന പൊതുയോഗം കോൺഗ്രസ് S കേന്ദ്ര കമ്മിറ്റി അംഗം KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കാൻ കഴിയാത്തവരെ തിരിച്ചറിയുക നാട്ടാരെ. കോടിയേരി CH കണാരൻ ചിരസ്മരണയുടെ ഭാഗമായി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ തലശ്ശേരി പെരുമ സംഘടിപ്പിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പെരുമയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സാമ്രാജ്യങ്ങളുടെ വിവിധ പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായ അബുവും ഷാബുവും ഈ തലശ്ശേരിയുടെ മണ്ണിൽ എന്നും വർത്തമാനകാല പോരാട്ടങ്ങൾ ഊർജ്ജവും കരുത്തുമായി ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടകലർന്നു നിന്ന മണ്ണാണ് തലശ്ശേരിയുടെ മണ്ണ്. മതവർഗീയവാദികളുടെ പരീക്ഷണശാലയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനെതിരെ നടന്ന് ചെറുത്തുന്നില്ല. അത് എല്ലാ കാലത്തും നമുക്ക് ഓർക്കാവുന്നതാണ്. തലശ്ശേരിയുടെ പെരുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാ, സാംസ്കാരികം എല്ലാ മേഖലകളിലും എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ദുലേഖ അത് പുറത്തിറങ്ങുന്നത് തലശ്ശേരി. CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി. പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയുടെ പെരുമ ഉയർത്തിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തലശ്ശേരി പെരുമയിൽ ഫുഡ് ഫെസ്റ്റ്, ജില്ലാതല കല്യാണപ്പാട്ട് മത്സരം, മൈലാഞ്ചിയിടൽ മത്സരം എന്നിവ അരങ്ങേറി. കലാപരിപാടികളും ഉണ്ടായി. CPM ഏരിയ സെക്രട്ടറി CK രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ എന്നിവർ സംസാരിച്ചു. കാത്താണ്ടി റസാഖ് സ്വാഗതവും ജാബിർ മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. സമാപന സമ്മേളനം സിനിമാ താരം അഡ്വക്കേറ്റ് ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പാലസ്തീൻ യുദ്ധത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന പാലസ്തീൻ സ്ക്വയറിന്റെ ഉദ്ഘാടനം റബ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ T. ദീപേഷാണ് ഇൻസ്റ്റലേഷൻ ചെയ്തത്. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ.
സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തയിലേക്ക്. മട്ടന്നൂർ ഉപജില്ലാ കായികമേളയ്ക്കിടെ കുട്ടികൾക്ക് പൊള്ളലേറ്റ സാഹചര്യത്തിൽ പരാതികൾക്കിട നൽകാതെ കായികമേള നടത്തി പാനൂർ ഉപജില്ല. സിന്തറ്റിക് ട്രാക്കിൽ നിന്നും പൊള്ളലേൽക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാണ് പാനൂർ ഉപജില്ലാ കായികമേള നടത്തിയത്. പാനൂർ ഉപജില്ലാ കായികമേള 2 ദിവസങ്ങളിലായാണ് തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടന്നത്. കുട്ടികൾക്ക് ഷൂ ഉപയോഗിച്ചും ഷൂ ഇല്ലാത്ത കുട്ടികൾക്ക് സോക്സ് നിർബന്ധമാക്കിയുമാണ് മേള നടത്തിയത്. 2 ദിവസത്തെ മേളയിലും യാതൊരുവിധ പരാതികളും ഉണ്ടായിട്ടില്ലെന്ന് സംഘാടകർ പറഞ്ഞു.
സുഖയാത്രയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കണ്ണൂർ റെയിൽവേ പോലീസിന് ഒരു പെൺകുട്ടി നൽകിയ സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ചാണിനി. ട്രെയിനിൽ നിന്ന് ഇറങ്ങി സമ്മാനം റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് അതേ ട്രെയിനിൽ തന്നെ പെൺകുട്ടി കയറിപ്പോയി. CCTV ദൃശ്യങ്ങളിലൂടെയാണ് സംഭവിച്ചത് എന്താണെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത്. വാർത്ത കാണാം. കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ തിരുവനന്തപുരം മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി. 1-ാം പ്ലാറ്റ്ഫോമിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറി മേശപ്പുറത്ത് ഒരു പൊതി വെച്ചു. ഓടി വീണ്ടും വണ്ടിയിൽ കയറി. പോലീസ് പൊതി അഴിച്ചു നോക്കിയപ്പോൾ ഒരു കുറിപ്പും ചോക്ലേറ്റും. കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു: നന്ദി കേരള പോലീസ്, പാതിരാത്രിയിലെ യാത്രയിലെ കാവലിന് നന്ദി. പോലീസ് CCTV ദൃശ്യം പരിശോധിച്ചു. പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും പൊതി മേശമേൽ വെച്ച് ഓടി വണ്ടിയിൽ കയറുന്നതും കണ്ടു. കാസർഗോഡ് ഭാഗത്തേക്ക് യാത്ര ചെയ്ത പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന് അറിയില്ല. കുട്ടി എഴുതിയ കുറിപ്പിനെക്കുറിച്ച് പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇതുപോലെ നമ്മുടെ മക്കളുടെ ഒരു വാക്കുമതി, ഞങ്ങൾക്ക് അഭിമാനം, കേരള പോലീസ്. രാവിലെ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ് വന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി പെട്ടെന്ന് ഇവിടെ ഒരു പൊതിയായിട്ട് വന്നിട്ട് നമ്മളെ ഇവിടെയുള്ള ചെയറിൽ വെച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഒന്നും സംസാരിക്കാതെ, നമ്മളോട് പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് കുട്ടി തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറിപ്പോയിട്ട് അതിനകത്ത് കയറി കിടക്കുകയത് ആ സമയത്ത്. അപ്പോൾ നമ്മളിതെന്താ സാധനം എന്നില്ല ഒന്ന് നോക്കുമ്പോൾ ആ പൊതി അഴിച്ചു നോക്കിയ സമയത്താണ് അതിനകത്ത് ഒരു മിഠായി ആണെന്ന് കണ്ടത്. ചോക്ലേറ്റ് ആയിരുന്നു അതിനകത്ത്. അതുപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു നൈറ്റിൽ നല്ല എന്താ പറയുക യാത്രയിൽ ആ കുട്ടീനെ കെയർ ചെയ്തതിന്, ആ കുട്ടീൻ്റെ യാത്രയിൽ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്രയിൽ. അതുകൊണ്ട് അതിലുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട്, കേരള പോലീസിനോടുള്ള സന്തോഷം നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മിഠായി വെച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവേ നമ്മൾ ട്രെയിൻ യാത്രക്കിടയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ കേരള പോലീസിൻ്റെ റെയിൽവേ പോലീസിൻ്റെ പെട്രോളിങ് നൈറ്റ് ട്രെയിനുകളിൽ എല്ലാ ട്രെയിനുകളിലും ഉണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് യാത്രയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അലക്ഷ്യമായിട്ട് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ, അവരുടെ ബാഗുകളൊക്കെ സീറ്റിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ടിട്ട് ബാത്റൂമിൽ പോകുന്നതും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ബാഗ് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്തരം യാത്രക്കാരെയൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ച് അവരെ വിളിച്ചുണർത്തിയിട്ട്, ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഫോൺ അലക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് കാര്യം പറഞ്ഞ് ആ ഫോൺ എടുത്ത് വളരെ ഭദ്രമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതുപോലെ സ്ത്രീകൾ, തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ യാത്രയിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പട്രോളിംഗ് ആണ് നമ്മൾ നടത്തുന്നത്, ട്രെയിനിൽ നടത്തുന്നത്. അതേപോലെ പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രക്കാരുടെ നിന്ന് വളരെ എന്താ പറയുക രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം നമ്മളെ നേരെ ഉണ്ടാകാറുണ്ട്. ഉറക്കം മുറിഞ്ഞതിൽ ഇല്ല ദേഷ്യം തീർക്കും നമ്മളോട് ചിലപ്പോൾ ചില ആൾക്കാർ. എനിക്കറിയാം, എൻ്റെ വസ്തുക്കൾ സൂക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പോലീസിനെതിരെ ഒരുപാട് മോശം ആരോപണങ്ങളും പോലീസിനെതിരെ മറ്റ് എന്താ പറയുക പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലത്ത് പോലീസിന് ഒരു നല്ല ഒരു കാര്യം, പോലീസിനോടൊരു സ്നേഹം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും സന്തോഷം, വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അന്ത്യോദയ എക്സ്പ്രസിൽ എക്സ്കോർട്ടില്ലെന്ന് പോലീസ് പറയുന്നു. യാത്രയിൽ എവിടെ നിന്നെങ്കിലും ലഭിച്ച സുരക്ഷയായിരിക്കാം ഈ സ്നേഹത്തിന് പിന്നിലെന്നാണ് അവർ കരുതുന്നത്. മയ്യഴി പുഴയോര നടപ്പാത മയ്യഴി ഭരണകൂടത്തിന്റെ കടുത്ത അവഗണനയിൽ. മയ്യഴിയിലെ പ്രധാന ടൂറിസ്റ്റ് പോയിന്റായ മാഹി പുഴയോര നടപ്പാതയോടുള്ള ഭരണകൂടത്തിന്റെ അവഗണന ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മയ്യഴിയുടെ ഭരണസിരാ കേന്ദ്രമായ ഗവൺമെന്റ് ഹൌസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മയ്യഴി പുഴയോര നടപ്പാതയോടാണ് മയ്യഴി ഭരണകൂടത്തിന്റെ അവഗണന. ഉത്സവകാലത്ത് 10,000-ങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കുന്നത് കത്താത്ത ലൈറ്റുകളും തെരുവു നായ്ക്കളുമാണ്. ആകെ കാടുപിടിച്ചു കിടക്കുന്ന ഇവിടം ഇഴജന്തുക്കളുടെയും തെരുവു നായകളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ നടക്കാൻ പോലും ആളുകൾക്ക് ഭയമായിരിക്കുന്നു. ഒരു കാലത്ത് സഞ്ചാരികളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന നടപ്പാത ഇപ്പോൾ വിജനമായി മാറിയിരിക്കുകയാണ്. തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്ന ദിനരാത്രങ്ങളിൽ മയ്യഴിയിലെത്തുന്ന വിശ്വാസികൾക്ക് ഒന്ന് ഉല്ലസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. അറബിക്കടലും മയ്യപ്പുഴയും സംഗമിക്കുന്ന ഇത്തരം മനോഹരമായ ഒരു സ്ഥലം അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന സ്ഥലമാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ ഇന്ന് രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റും കത്തുന്നില്ല, ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല.
അതിനപ്പുറം നമ്മുടെ ദക്ഷിണത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ മയ്യെ പെരുന്നാൾ, അതിൽ നൂറുകണക്കിന് ആൾക്കാർ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ഒരു സംവിധാനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റ് പോലും കത്താത്തൊരവസ്ഥ. ഇവിടെ ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. ഒരു ലൈറ്റിന് ബൾബ് വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. പല പ്രാവശ്യം ഞങ്ങൾ ഈ പോക്കയം മോണിസ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ, അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരമാണ് കാണാൻ സാധിച്ചത്. മയ്യഴിക്ക് ഇത് ഉത്സവകാലമാണ്. ചില പുരാതനമായിട്ടുള്ള അമ്പത്രസ്യ പുണ്യവതിയുടെ ബസലിക്ക പള്ളിയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ടവർ പാർക്ക് പരിസരം. കടലും പുഴയും ഒത്തുചേർന്നിരിക്കുന്ന ഈ മനോഹരമായ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഈ സ്ഥലത്ത് പ്രാദേശിക ഭരണകൂടം കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഇവിടെ രാത്രികാലങ്ങളിൽ ഒരു പ്രകാശം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നത്. ഈ ഉത്സവ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൊച്ചു പട്ടണത്തിൽ വന്നു പോകുന്നത്. അവരെ പരിഗണിക്കാനോ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു സൗകര്യം, ഒരു പ്രകാശം പോലും ഇല്ലാത്ത ഇരുട്ടിലേക്ക് മയ്യഴിയെ തള്ളിവിടുന്ന ഒരു പ്രാദേശിക ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഒരു മയ്യഴിക്കാരൻ എന്ന നിലയിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. ആതിഥേയരായ നമ്മളെയാണ് ആളുകൾ പറയുന്നത് എന്ത് നാടാണിതെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ദീർഘവീക്ഷണമുള്ള ചിത്രകാരൻ കൂടിയായ വത്സരാജ് എന്ന ഭരണാധികാരിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ പുഴയോര നടപ്പാത. മാഹി ഗവൺമെന്റ് ഹൗസ് മുതൽ മഞ്ചക്കൽ ബോട്ട് ഹൗസ് വരെ നീണ്ടു നിൽക്കുന്ന നടപ്പാത മയ്യഴിയിലെത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുത കാഴ്ചയുമായിരുന്നു. എന്നാൽ ഇന്നിത് സംരക്ഷിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിനാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 8 മാസത്തോളമായി ശമ്പളം ലഭിക്കാതെയും 20 വർഷം ജോലിയിൽ തുടർന്നിട്ടും സ്ഥിര നിയമനം ലഭിക്കാതെയും തൊഴിൽ ചൂഷണം നേരിടുന്ന മിനി ബാലഭവൻ അധ്യാപകരുടെ പ്രശ്നങ്ങളിൽ സത്വര പരിഹാരം തേടിയും അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ ചെയർമാൻ കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള 4 ആള് 5 ആളല്ല, പുതുച്ചേരി സംസ്ഥാനത്തിലെ പേസ്കോന്റെ സ്ഥിതി അതാ, ബേസിക്കിന്റെ സ്ഥിതി അതാണ്. അത് പക്ഷേ ഇവർക്കൊന്നും ഈ സ്ഥാപനങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യട്ടെ. വൈൻഡപ്പ് ചെയ്ത് അതിന്റെ ആസ്തികൾ വിറ്റിട്ടെങ്കിലും ഇവരുടെ ശമ്പളം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കട്ടെ. അതേസമയം AFTയിൽ ഇന്നും ശമ്പളം കൊടുക്കുന്നുണ്ട്. പൂട്ടിയിട്ടിട്ട് കൊല്ലങ്ങളായി. അവിടെ ഇപ്പോൾ ശമ്പളം കൊടുക്കുക ഇത് ആരുടെയോ കയ്യിൽ നിന്ന് പോകുന്നതല്ല. ഇവിടെ NTC പൂട്ടിയിട്ട് 2020 പൂട്ടിയിരിക്കുന്നു. അവിടെ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം കൊടുക്കുക, എന്നാൽ 40% ശമ്പളം കൊടുക്കുക. ഇത് ഈ മന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല, നാട്ടുകാരുടെ നികുതി പണത്ത് കൊടുക്കുന്നതാ. അവർക്ക് എന്താ ചെയ്യേണ്ടത്? മാസം ശമ്പളമല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ അവരെ ഈ സ്ഥാപനം പൂട്ടി നിങ്ങളുടെ ആനുകൂല്യവും വാങ്ങിയിട്ട് പോട് എന്ന് പറഞ്ഞ് ആനുകൂല്യം കൊടുത്ത് വിടുക വേണ്ടത്. കൗൺസിൽ ഓഫ് സർവീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജെയിംസ് സി ജോസഫ് അധ്യക്ഷനായി. കെ പ്രശോഭ്, PK രാജേന്ദ്രകുമാർ, N മോഹനൻ, KM പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് TP ഷൈജിത്ത് സ്വാഗതവും വിനോദ് വളപ്പിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് മാഹി വിദ്യാഭ്യാസ മേലധ്യക്ഷ, റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർക്ക് നിവേദനം കൈമാറി. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കായികമേള സമാപിച്ചു. 3 ദിവസങ്ങളിലായി സായി ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സമാപന സമ്മേളനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കായികമേള സമാപിച്ചു. സമാപന സമ്മേളനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. സായി ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ 3 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിച്ചത്. 78ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 2000ഓളം കായിക പ്രതിഭകൾ പങ്കെടുത്തു. കായികമേളയിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ വിജയികൾക്കുള്ള മെഡൽ കതിരൂർ ടൗൺ ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്തു. വിജയികൾക്കുള്ള മെഡൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സദാനന്ദൻ, സെക്രട്ടറി സജിത സായിനാഥ്, ജോയിന്റ് സെക്രട്ടറി സായിനാഥ് റോയ്, KK അനീഷ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A പ്രശാന്തിന് കൈമാറി. വ്യക്തിഗത ചാമ്പ്യന്മാർക്കും വിവിധ കാറ്റഗറികളിൽ കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകൾക്കും ട്രോഫി സമ്മാനിച്ചു.
കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ 1ാം സ്ഥാനവും പിണറായി AKG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മേളയോടനുബന്ധിച്ച് അധ്യാപകർക്കുള്ള വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ന്യൂമാഹി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനബോധന യാത്ര സംഘടിപ്പിച്ചു. മാഹി പാലത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ നടക്കുന്ന ജനബോധന യാത്ര മാഹി പാലത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പല പ്രതിഷേധ മാർച്ചുകളും ഭരണ വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം. വരാനിരിക്കുന്ന പഞ്ചായത്തായാലും അതിനപ്പുറത്ത് നിയമസഭയായാലും ജനം ഒറ്റക്കെട്ടായി കാത്തിരിക്കുക. കേരളത്തിന്റെ ചിത്രം അതാണ്, ഒരുമിച്ച് നിൽക്കുകയാണ്. UDF വരണം, UDF വരാൻ വേണ്ടി കേരള സമൂഹം ഒന്നായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ നമ്മൾ കാണാത്തതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു അതിശയോക്തി ആർക്കുണ്ടാകും. 2016 എല്ലാം ശരിയാക്കും LDF വന്നാൽ എന്നാ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ശരിയാക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. ശബരിമലയിൽ കയറി അയ്യപ്പ സന്നിധാനത്തിൽ നിന്ന് വിഗ്രഹം ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നിടത്തേക്ക് ഒരു ഭരണകൂടം എത്തിയാണ്. ന്യൂമാഹി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PC റിസാൽ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡല സെക്രട്ടറി K സുലൈമാൻ, വൈസ് പ്രസിഡന്റ് റഷീദ് കരിയാടൻ, KK ശശിധരൻ മാസ്റ്റർ, അനീഷ് ബാബു, KP അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അസ്ലം പെരിങ്ങാടി സ്വാഗതവും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് തഷ്രീഫ് ഹുസൈൻ മൊട്ട നന്ദിയും പറഞ്ഞു. വീണ്ടും ഒരിടവേള. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 20,000 തുണിസഞ്ചി വിതരണം പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി പ്രദീപൻ പ്രഖ്യാപനം നിർവഹിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 20,000 തുണിസഞ്ചി വിതരണം പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി പ്രദീപൻ പ്രഖ്യാപനം നിർവഹിച്ചു. TK ഷാജ് മാസ്റ്റർ അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിലും സർഗോത്സവ വിജയികൾക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും K അച്യുതൻ നന്ദിയും പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ചെന്നൈയിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാസ്റ്റിക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല തുണിസഞ്ചിയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പ്ലാസ്റ്റിക് സഞ്ചിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ തുണിസഞ്ചി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന് തുടക്കമായി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60ന്റെ യൗവനം എന്ന പേരിൽ വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വയോജന കലാമേള സംഘടിപ്പിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി വയോജന കലാമേള സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ നടത്തിവരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടായത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് പാട്ടുപാടണം, കഥ പറയണം എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല. ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഇത് ഇങ്ങനെ ഉണ്ടായതിന് ഒരു വലിയ കാരണമുണ്ട്, ഒരു വലിയ ചരിത്രപരമായ കാരണമുണ്ട്. 1858 നിങ്ങൾ ഓർമ്മിക്കുക. 1858 ശ്രീനാരായണ ഗുരു അരിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓർമ്മിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MV ശ്രീഷ അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ, K പ്രജിന, P ബിജു, M ബാലൻ, Dr. RL സംഗീത, കാട്ടിത്ത് പ്രകാശൻ, പ്രസന്ന ടീച്ചർ, KC പ്രീത, CK ജസ്ന, MK പ്രഭാവതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വികസന സദസ്സിന്റെ ഭാഗമായി ഒക്ടോബർ 14 ലൈഫ് കുടുംബസംഗമം, ഒക്ടോബർ 15 മത്സ്യത്തൊഴിലാളി സംഗമം, SSC കുടുംബസംഗമം, ഒക്ടോബർ 16 മുൻ അംഗങ്ങളുടെ അനുഭവം പങ്കിടൽ, ആദരവ്, തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം, ഒക്ടോബർ 18 യോഗ പ്രദർശനം എന്നിവ നടക്കും. 19 വികസന സദസ്സ് നടക്കും. മാഹി വാസ്തുവിദ്യ നികേതനത്തിന്റെ നേതൃത്വത്തിൽ വാസ്തുവിദ്യോത്സവയും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. തലശ്ശേരി ശ്രീ ഗോകുലം ഫോർട്ടിലാണ് പരിപാടി നടന്നത്. വാസ്തുവിദ്യാ നികേതനം ഡയറക്ടർ P വിജയൻ പരിഭാഷയും വ്യാഖ്യാനവും എഴുതിയ വിശ്വകർമ്മ പ്രകാശ എന്ന സംസ്കൃത കൃതിയുടെ പരിഭാഷയാണ് സഭയിൽ പ്രകാശനം ചെയ്തത്. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ Dr. KH സുബ്രഹ്മണ്യൻ പ്രകാശനം നിർവഹിച്ചു. കോഴിക്കോട് ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ട്രസ്റ്റ് റിസർച്ച് കോർഡിനേറ്റർ MC ബിബിൻ ഏറ്റുവാങ്ങി. പുറംകണ്ടുകൊണ്ടും അകംകണ്ടുകൊണ്ടും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ സത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ട പ്രതിഭാവിശേഷം ഉണ്ടാകും. ഇനി അവസാനത്തെ വാക്ക് പഥികൃഭ്യ, പന്ഥാവ്, മാർഗം, കഴിച്ചവർക്ക്, ചെയ്തവർക്ക്, ഉണ്ടാക്കിയവർക്ക്, മാർഗം വെട്ടിത്തുറന്നവർക്ക്. മാർഗമടയ്ക്കാൻ ഒരു പ്രയാസവുമില്ല. മാർഗം ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രയാസകരമായത്. ഒരു വീട്ടിലേക്കുള്ള പാത നമുക്ക് ഇരുട്ടത്ത് അടയ്ക്കാൻ വേണ്ടി പറ്റും, അവരെ ഓടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പാത വെട്ടിത്തുറക്കുക മനുഷ്യ ജീവിതത്തിന് ഉപകാരകമായ പന്ഥാവ്, മാർഗം, ഭംഗിയോരോന്ന് കണ്ടുപിടിച്ച് അത് വെട്ടിത്തുറന്ന് കൊടുത്തുകൊണ്ട് ഇത് പ്രകാശത്തിൻ്റെ, വെളിച്ചത്തിൻ്റെ, അറിവിൻ്റെ പാതയാണ്
ആ പാതയിൽ കൂടെ സഞ്ചരിച്ച് നമുക്ക് മുന്നേറാം എന്ന് കാണിച്ചു നിന്നവരായ പൂർവിക ഋഷിപുങ്കവന്മാർക്ക് നമസ്കാരം എന്നാണ് വേദമന്ത്രത്തിനർത്ഥം. ഇതം നമ പൂർവജേഭ്യ ഋഷിഭ്യ പതിഭ്യ. മാർഗമുണ്ടാക്കി തരുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാർഗം അടയ്ക്കുന്നവരെ അനുദിനം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മാർഗത്തിൽ കൂടിയാണ് പോകേണ്ടത് എന്നറിയാതെ നടുവിൽ നട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കികായി ചങ്ങാതി എന്ന് നമ്മുടെ നാടൻ പാട്ടിൽ പറഞ്ഞ മാതിരി ഏത് പാതയിൽ കൂടെ പോകണമെന്നറിയാതെ ദിക്ക് തിരിയാത്ത കാറ്റിൽ കൂടി ആധുനിക മനുഷ്യ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പൂർവികന്മാരായ ശിവങ്കവന്മാര് ഭാരതവർഷത്തിൽ പൂർവരാമ ഋഷീന്ദ്രന്മാർ പാരിനോട് അടിക്കട്ട് പാർത്ത് കണ്ട് അറിഞ്ഞവർ. 3 വാക്കാണ് കവിയോട് ഉപയോഗിച്ചത്. പാർത്ത് കണ്ട് അറിഞ്ഞവർ. കെ ശിവൻ പുസ്തക പരിചയം നടത്തി. AB ശിവൻ അധ്യക്ഷനായി. കാണിപ്പയ്യൂർ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സംസാരിച്ചു. സുജിത് പാൽ സ്വാഗതവും CP ശ്രീശൻ നന്ദിയും പറഞ്ഞു. വാസ്തുവിദ്യുത് സഭയിൽ AB ശിവൻ, കെ ശിവൻ, കാണിപ്പയ്യൂർ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, P വിജയൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധാവതരണം നടത്തി. വിദ്യാനികേതനം സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് കെ ബാലൻ സ്വാഗതവും സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറി PP മന്മഥൻ നന്ദിയും പറഞ്ഞു. എൻ്റെ ഒരു പരിശ്രമം സഫലമായി. അപ്പോൾ ആ പരിശ്രമം സഫലമായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ. ആ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇതില് നമ്മുടെ ഈ പുസ്തക പ്രകാശനം ഒരു വിഷയം മാത്രമാണ്. വാസ്തുവിദ്യുത് സഭയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആ വാസ്തുവിദ്യുത് സഭയുടെ മഹത്തായ ഈ പ്രൗഢി ഉണ്ടല്ലോ, ആ പ്രൗഢിയില് ഈ പുസ്തകം എന്തെങ്കിലും പ്രൗഢി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനൊക്കെ പ്രചോദനം നൽകിയത് ഈ വാസ്തുവിദ്യുത് സഭയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ, ഓരോ സഭയിലുണ്ടാകുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തേടിയുള്ള യാത്രയിലാണ് ഇങ്ങനെയൊരു പുസ്തകം ചകഞ്ഞ് കണ്ടുപിടിച്ച് അതിന് വ്യാഖ്യാനം എഴുതാൻ, പരിഭാഷപ്പെടുത്താൻ എനിക്ക് പ്രചോദനം ഉണ്ടായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA പാട്യമണ്ഡലം സമ്മേളനം ചെറുവാഞ്ചേരി UP സ്കൂളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ AK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. KSSPA പാട്യമണ്ഡലം സമ്മേളനം ചെറുവാഞ്ചേരി UP സ്കൂളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ AK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലാരായിരുന്നാലും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമെന്നായിരുന്നു നമ്മൾ ആദ്യമായി ചെയ്തിട്ടുള്ളത്. ആര് ഭരിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ കൈകൊണ്ടകം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ അന്നും ഇന്നും നമ്മുടെ നിലപാട്. പക്ഷെ അവരൊരിക്കലും അവരുടെ കാലത്ത് നമ്മൾ സമരം ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമുക്ക് ഒരു അന്ന് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ PK ദിവാകരൻ അധ്യക്ഷനായി. കൺവീനർ K സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. രാജൻ പുതുശ്ശേരി, KK ഗീത, രാജു എക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ഉച്ചുമൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MP രമേശ് ബാബു അധ്യക്ഷനായി. CV സുധാകരൻ സ്വാഗതം പറഞ്ഞു. K കൃഷ്ണൻ, TA വത്സരാജ്, K സുധാകരൻ, UN സത്യചന്ദ്രൻ, K പത്മനാഭൻ, VV ഗിരിജാകുമാരി, KP അനന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വനിതാ സമ്മേളനം വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീത കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു. AK പത്മിനി അധ്യക്ഷയായി. MP സുലോചന സ്വാഗതം പറഞ്ഞു. ഹൈമജ കോട്ടായി, K സരള, PV അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി സൗത്ത് മണ്ഡലം കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി സൗത്ത് മണ്ഡലം കമ്മിറ്റി സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് പേര് പങ്കെടുത്തിട്ടുള്ള പ്രകടനം ആ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ വനിതാ സമ്മേളനം കഴിയുന്നതോടുകൂടി പ്രകടനം ആരംഭിച്ചു. ആ പ്രകടനത്തിലും തലശ്ശേരി നഗരിൽ, തലശ്ശേരി സൗത്ത് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും
നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ നിലയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും ഒരു സമ്മേളനവും നടത്താൻ നമുക്ക് കഴിയണം. അതിന് തലശ്ശേരി സൗത്ത് മണ്ഡലം സജീവമാണ് എന്ന് അതിൻ്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് പറയാം. കാരണം അങ്ങനെ ഈ സമ്മേളനം പണ്ടുമായി ആരെല്ലാം അടുത്ത് വന്നു എന്നുള്ള രീതിയിൽ ആരെല്ലാം ഈ സമീപിക്കാൻ ബാക്കിയുടെ 130 പേരിൽ തന്നെ 60ഓളം പേരെ മാത്രമേ സമീപിക്കാൻ ബാക്കി. സമ്മേളനത്തിന്റെ നമ്മുടെ മുഴുവൻ അംഗങ്ങളിലേക്ക് എത്തിക്കുവാനും അവരുടെ കോൺട്രിബ്യൂഷനോട് കൂടി അതിഗംഭീരമായി കൊണ്ടുവരുന്ന സമ്മേളനം നമുക്ക് കണ്ണൂരിൽ വളരെ ഗംഭീരമായി സർക്കാരിന്റെ ഈ പെൻഷൻകാരോടുള്ള നിഷേധാത്മക നയം സർക്കാർ ഇരുത്തുന്നതിന് കണ്ണു തുറക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധമായി ആ സമ്മേളനത്തിന്റെ ആദ്യത്തിൽ നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും തുടർന്ന് നടക്കുന്ന 2 ദിവസത്തെ കൃഷി സമ്മേളനവും മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുള്ള അന്യത പ്രവർത്തനങ്ങളാണ് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ. മണ്ഡലം പ്രസിഡന്റ് PM ദിനേശൻ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം VC പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK രാജേന്ദ്രൻ, PV ബാലകൃഷ്ണൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് PV വത്സലൻ, K രാമചന്ദ്രൻ, VP ജയപ്രകാശൻ, K മഹേഷ് കുമാർ, K മനോഹരൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KK നാരായണൻ നിർവഹിച്ചു. KP കുശലകുമാരി അധ്യക്ഷയായി. K പ്രഭാകരൻ, സോമനാഥൻ, KK രവീന്ദ്രൻ, P സതി, PK ശ്രീധരൻ മാസ്റ്റർ, CP അജിത് കുമാർ, PV രാജീവ് കുമാർ, PM ജയചന്ദ്രൻ, T രാഘവൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PM ദിനേശിനെ പ്രസിഡന്റായും PM ജയചന്ദ്രനെ സെക്രട്ടറിയായും UM ചിത്രവല്ലിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. മെഡിസബ് അപാകത പരിഹരിക്കുക, പെൻഷൻകാർക്ക് സമയബന്ധിതമായി ക്ഷാമാശ്വാസ കുടിശ്ശികയടക്കം നൽകുക, മെഡിസബ് ആനുകൂല്യം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി സൗത്ത് മണ്ഡലം കമ്മിറ്റി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തലശ്ശേരിയിലെ കനിവ് പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫോറത്തിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൈക്യാട്രി ക്ലാസും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചിറക്കരയിലുള്ള പാലിയേറ്റീവ് സെന്ററിലാണ് പരിപാടി നടന്നത്. കനിവിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചിറക്കരയിലുള്ള പാലിയേറ്റീവ് സെന്ററിൽ വെച്ച് സൈക്യാട്രി ക്ലാസും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആയുർവേദ ദിനം പ്രമാണിച്ച് ആയുർ ധ്രുവം ക്ലിനിക്കുമായി സഹകരിച്ച് മരുന്നുകളടക്കമുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡോക്ടർ ശ്രുതി മോഹൻ നേതൃത്വം നൽകി. തുടക്കം ആദ്യം വന്നിട്ടുള്ള അസുഖത്തിനെ നമുക്ക് പെട്ടെന്ന് തന്നെ സാധ്യമാക്കി എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ കാലപ്പഴക്കം ചെല്ലുന്തോറും അതിനെ കുറയ്ക്കാൻ നമുക്ക് അതുപോലെ തന്നെ സമയമെടുക്കും. തണൽ കമ്മ്യൂണിറ്റി സൈക്യാട്രിയുമായി ചേർന്ന് ആത്മഹത്യാ പ്രതിരോധ പരിശീലനത്തെക്കുറിച്ച് സൈക്യാട്രി സാമൂഹ്യ പ്രവർത്തകയായ KM ശ്യാമലി അവബോധ ക്ലാസ് എടുത്തു. നമ്മളെ സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ ഡിപ്രഷനെ യൂസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. എന്താണ് ഡിപ്രഷൻ എന്ന് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് ഒരു സത്യം. അതിന് നിങ്ങളൊക്കെ വളണ്ടിയറാന്ന് തോന്നുന്നു അല്ലേ? കനിവിന്റെ വളണ്ടിയേഴ്സ് ആണോ? അങ്ങനെയാണ് ഇടയ്ക്ക് മാസത്തിൽ ഒരു തവണ നമുക്ക് ഇവിടെ നടക്കുന്ന നമ്മുടെ സൈക്യാട്രിയുടെ ക്ലിനിക്കിൽ വരണം. അപ്പോൾ കാണാൻ പറ്റും ഡിപ്രഷനൊക്കെ ഏത് ലെവലിലൊക്കെയുള്ള സാധനങ്ങളാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി പോയാൽ, ചെറുതായിട്ടൊന്ന് ഡെസ്പായി പോയാൽ നമ്മൾ ആദ്യം തന്നെ പറയെന്താ, എനിക്ക് ഡിപ്രഷനാണ് അല്ലേ? എനിക്ക് ഡിപ്രഷനാണ്. സങ്കടം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ടിരിക്കുമ്പോഴൊരു വിഷമം, അതിനൊക്കെ നമ്മൾ ഡിപ്രഷനാക്കി കണക്കാക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം ഡിപ്രഷനല്ല. 1-2 ദിവസം കൊണ്ട് മാറുന്ന സങ്കടം ഡിപ്രഷനല്ല. 2 ആഴ്ചയിൽ കൂടുതലൊക്കെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഒരു ഉത്തരം. പിന്നെ ട്രോമ കെയർ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വളണ്ടിയർമാർക്കുള്ള ID കാർഡും വിതരണം ചെയ്തു. കനിവിന്റെ ചെയർമാൻ മുഹമ്മദ് മുനീർ, സെക്രട്ടറി മുഹമ്മദ്, കോർഡിനേറ്റർ താജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. സലീം മറ്റപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് രാഷ്ട്രീയമില്ല എങ്കിൽ പോലും നമ്മളൊരു നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും, സർക്കാർ ആയിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, ആരായിക്കോട്ടെ,
പക്ഷെ നമ്മളെ കാണുന്നത് ഒരു വലിയ ഒരു ബൂർഷകളായിട്ടും ഗുണ്ടകളായിട്ടും ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളരുതാത്തവരുമായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ കുറിച്ചോ പഠിക്കുവാൻ ഇന്നും ഒരാരും തയ്യാറായിട്ടില്ല. നമ്മളൊക്കെ തന്നെ, ഞാനൊക്കെ എൻ്റെ പ്രായം തന്നെ നോക്കേണ്ട, കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലമായിട്ട് ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇരിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയിട്ടുള്ളത് മറ്റൊന്നുമല്ല, ഈ ബിസിനസ് തന്നെയാണ്. ഈ ബിസിനസ് ചെയ്ത് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഒക്കെ തന്നെ ഈ രീതിയിലായത്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ വളർത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് കൊണ്ടു നടക്കുന്നതെങ്കിലും. ജില്ലാ പ്രസിഡന്റ് ശ്രീലേഷ് അധ്യക്ഷനായി. പ്രബീഷ് കൂത്തുപറമ്പ് സ്വാഗതം പറഞ്ഞു. എജെ ജെയിംസ്, ജോസ് വിക്ടർ, അജി പെരിങ്ങമല, നൂറുദ്ദീൻ, സുരേഷ്, സഞ്ജൽ മട്ടന്നൂർ, കരുണാകരൻ മലപ്പട്ടം തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂമാഹി ഉസ്സൻമട്ടയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മരിച്ചത് ആലക്കോട്ടെ ഷാജി ജോസഫ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. അതീവ രഹസ്യമായിട്ടാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയതെന്നും KC വേണുഗോപാൽ. സ്കൂളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. ഉത്തരവുകൾ കൃത്യമായി മനസ്സിലാക്കി അധ്യാപകർ പാലിക്കേണ്ടതുണ്ടെന്നും KV മനോജ് കുമാർ. തലശ്ശേരി ബാംഗ്ലൂർ യാത്ര ഇനി വേറിട്ട അനുഭവമാകും. തലശ്ശേരി KSRTC യൂണിറ്റിന് അനുവദിച്ച AC സീറ്റർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.